സോ അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ സ്റ്റോറി ലൈൻ സിമിലർ ആയ പോലെ തന്നെ സിമിലറാണ് റിയൽ ലൈഫും. സ്പൈഡർമാൻ മൂവീസിലൂടെ നമ്മളുടെ എല്ലാം ഫേവററ്റ് പെയർ ക്യാരക്ടേഴ്സായി മാറിയിട്ടുള്ളവരാണ് ഇവരെല്ലാം. അതേപോലെ അതിൽ ഇവരുടെ സ്റ്റോറി ലൈനിൽ ചില പല സിമിലാരിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഇവർ റിയൽ ലൈഫ് എടുത്ത് നോക്കുവാണെങ്കിലും ഈ പറഞ്ഞ ഓരോ ക്യാരക്ടേഴ്സും അവരുടെ പെയറുമായിട്ട് മൂവിക്ക് ശേഷം ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫാൻസിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര ചർച്ചയായിരുന്നു. അതേപോലെ തന്നെ ഈ 3 ആക്ട്രസും അവരുടെ കരിയറിലെ നെക്സ്റ്റ് ഫിലിമായിട്ട് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 2004 ക്രിസ്റ്റൻ ഡൺസ്റ്റ് വിംബിൾഡൺ എന്ന മൂവി ചെയ്തു. 2017 എമാ സ്റ്റോൺ ബാറ്റിൽ ഓഫ് സെക്സസ് എന്ന മൂവി ചെയ്തപ്പോൾ സെൻഡയ 2024 ചലഞ്ചേഴ്സ് എന്ന മൂവിയാണ് ചെയ്തത്. ആൻഡ് ഇതിലെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവരുടെ മെയിൻ ലീഡ് ഒരു ടെന്നീസ് പ്ലെയർ ആയിട്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമ വളരെ കുറവാണ്. ആൻഡ് അതിലെ മെയിൻ ലീഡിങ് റോള് കറക്റ്റായിട്ട് ഈ 3 പേർക്ക് തന്നെ കിട്ടി എന്നുള്ളതാണ്. അതുമാത്രമല്ല ഹീറോസിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും അവർ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ടോബി മഗ്വയർ ബ്രദേഴ്സ് എന്ന മൂവിയിൽ മിലിറ്ററി റോൾ ചെയ്തപ്പോൾ 2016 ആൻഡ്രൂ ഗാർഫീൽഡ് ഹോക്സോ റിഡ്ജിൽ മിലിറ്ററി റോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ടോം ഹോളണ്ട് 2021 ചെറി എന്ന മൂവിയിലും ഒരു മിലിറ്ററി റോളാണ് ചെയ്തിരിക്കുന്നത്.